പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ യൂണിവേഴ്സൽ ചാമ്പ്യനായ ഫിൻ ബാലർ ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ആദ്യമായിട്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുൻപ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തെ റിലീക്വിഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയതിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ പുതുക്കുകയുണ്ടായി. അപ്പോൾ ഫിൻ ബാലർ പറയുന്നത് പലരും ഇപ്പോഴും ഫിൻ ബാലറിനോട് പറയുന്നത് ഫിൻ ബാലറിനെ സംബന്ധിച്ച് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ റെസ്ലിംഗ് റിംഗിലെ ഒരു ദുരന്തമായിരുന്നു ആ ചാമ്പ്യൻഷിപ്പ് റിലീക്വിഷ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഫിൻ ബാലർ അതിനെ കാണുന്നത് മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണെന്നും ഫിൻ ബാലർ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു സക്സസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. കാരണം ഏറ്റവും വലിയൊരു ചാമ്പ്യൻഷിപ്പ് ആ ഒരു സമയത്തുള്ളതിൽ തനിക്ക് അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു എന്നാണ് ഫിൻ ബാലർ പറയുന്നത്. ആ ഒരു ചാമ്പ്യൻഷിപ്പ് പരിക്ക് മൂലം പരാജയപ്പെട്ടത്, അതായത് പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ അദ്ദേഹം റിലീക്വിഷ് ചെയ്യേണ്ടത്, ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് യാതൊരുവിധ പരിഭവവും ഇല്ല എന്നും തന്നെ സംബന്ധിച്ച് അത് വലിയ സക്സസ്, ടോപ്പ് ഓഫ് ദ മൗണ്ടൻ, ഒരു മല കയറി കീഴടക്കിയ പോലെയാണ് എന്നുള്ളതും ഫിൻ ബാലർ പറയുകയുണ്ടായി. അപ്പോൾ ഫിൻ ബാലർ അതിനെ സംബന്ധിച്ച് ദുഃഖിച്ചിരിക്കുകയല്ല എന്നും അതും കടന്ന് അദ്ദേഹം പോസിറ്റീവായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. ഫിൻ ബാലറിൻ്റെ ഈ ഒരു മെസ്സേജ് എല്ലാ റെസ്ലിംഗ് ആരാധകർക്കും കൂടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഫിൻ ബാലർ ഒരിക്കലും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന, ചിന്തിച്ചിരിക്കുന്ന ഒരു റെസ്ലർ അല്ല എന്നും ഭാവിയെ സംബന്ധിച്ച്, ഭാവിയിൽ എന്തൊക്കെ നേടിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരാളാണെന്നും നമുക്കറിയാം. ഒരു പക്ഷേ ഫിൻ ബാലറിന് ഇത്രയും അധികം ഒരു സപ്പോർട്ട് ആരാധകരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് അദ്ദേഹത്തിന് ആ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. കൂടാതെ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. ആ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോലും ഫിൻ ബാലറിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും ഫിൻ ബാലറിനെ സംബന്ധിച്ച് ഒരു നഷ്ടബോധമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് തനിക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സക്സസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫിൻ ബാലർ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, സ്മാക്ഡൗൺ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മാനേജർമാരിൽ ഒരാളായിരുന്നു ടെഡി ലോങ് എന്ന് പറയുന്നത്. സ്മാക്ഡൗണിൻ്റെ ഒരു ഗോൾഡൻ എറ കാലഘട്ടത്തിൽ സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായിട്ട് കിടിലൻ സ്റ്റോറി ലൈനുകളും കിടിലൻ അനൗൺസ്മെൻറ്റും ഒക്കെ നടത്തിയ ടെഡി ലോങ് WWE സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായിട്ട് ഒരു തിരിച്ചറിവ് നടത്താൻ പോകുന്നു എന്നുള്ള ഒരു റൂമർ നിങ്ങളിൽ പല പേരും ഇപ്പോൾ തന്നെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, എന്താണ് നിലവിലെ സ്റ്റാറ്റസ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു റെസ്ലിംഗ് വെബ്സൈറ്റും ടെഡി ലോങ് റിട്ടേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടും പുറത്തേക്ക് കൊണ്ടിട്ടില്ല. അതിൻ്റെ സാധ്യതകൾ ഉണ്ട് എന്ന് പോലും പുറത്തേക്ക് കൊണ്ടിട്ടില്ല. നമ്മളെ പോലെയുള്ള ചില ആരാധകർ അവരുടെ അഭിപ്രായമായിട്ട് ടെഡി ലോങ് സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായിട്ട് വരുന്നു. നിലവിലെ സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് അദ്ദേഹം പ്രൊഫഷണൽ റെസ്ലിംഗ് കരിയറിലേക്ക് ഒരു റെസ്ലർ എന്ന ആ ഒരു റോളിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ള ആ രീതിയിലുള്ള ഒരു ഫാൻ തിയറിയാണ് അവിടെ പങ്കുവച്ചത്. അതല്ലാതെ ടെഡി ലോങ്ങിനെ കൊണ്ടുവരാൻ വേണ്ടി ക്രിയേറ്റീവ് ടീമിനിടയിൽ യാതൊരുവിധ ഡിസ്കഷൻസും യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല. കൂടാതെ ഈ ഒരു റൂമർ, ഈ ഒരു റിപ്പോർട്ടുകൾ ടെഡി ലോങ് തന്നെ ഇപ്പോൾ നിരസിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള യാതൊരുവിധ വാർത്തയും യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ റെസ്ലിംഗ് ഇവൻറ്റ്സുകളിലൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പെർമനൻ്റ് റെസ്ലിംഗ് റോളൊക്കെ എടുത്തിട്ട് വരാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ലാസ് വെഗാസ് റെസ്ലിമീനിയ നടന്ന ആ ഒരു സിറ്റിയിൽ ഓട്ടോഗ്രാഫൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെഡി ലോങ് വന്നിട്ടുണ്ടായിരുന്നു. സമ്മർ സ്ലാം നടക്കാൻ പോകുന്ന ആ സിറ്റിയിലും WWE വേണ്ടിയിട്ട് ഓട്ടോഗ്രാഫൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ടെഡി ലോങ്ങിനെ നിലവിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റ്സിൽ മാത്രമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ താല്പര്യമെന്നും അത് അല്ലാതെ ഇനി ഒരു റെസ്ലിംഗ് മാനേജർ എന്ന രീതിയിലേക്കുള്ള റോളിലേക്കൊന്നും തനിക്ക് വരാൻ യാതൊരുവിധ ഉദ്ദേശവും ആഗ്രഹവും നിലവിലില്ല എന്നുള്ളതും ടെഡി ലോങ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ടെഡി ലോങ് റിട്ടേൺ ചെയ്യാൻ പോകുന്നു, സ്മാക്ഡൗണിന് പഴയ ജനറൽ മാനേജർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ പുറത്തേക്ക് വന്ന റൂമേഴ്സൊക്കെ അത് ആരാധകരുടെ ഒരു അഭിപ്രായങ്ങൾ മാത്രമാണ്. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ടെഡി ലോങ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ്, സ്റ്റെഫനി വെക്കേർ എന്ന് പറയുന്ന മുൻ വുമൻസ് വേൾഡ് ചാമ്പ്യനെ സംബന്ധിച്ചാണ്. റെസ്ലിമേനിയ 42 കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡിന് ശേഷം സ്റ്റെഫനി വെക്കേർ ഇപ്പോൾ ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറി സ്റ്റെഫനി വെക്കേറിന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല റിയൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയും സ്റ്റെഫനി വെക്കേറിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. റെസ്ലിമേനിയ 42 മുൻപ് തന്നെ സ്റ്റെഫനി വെക്കേറിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് റെസ്ലിമേനിയ 42 ലിവ് മോർഗനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഒരു റൺ ടൈം അവർ
വലിയ രീതിയിൽ വെട്ടിക്കുറച്ചത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു മത്സരം 5-6 മിനിറ്റുകൾക്കുള്ളിൽ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. നിലവിൽ PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് മുൻ വുമൻസ് വേൾഡ് ചാമ്പ്യൻ സ്റ്റെഫനി വെക്കേറെ ഉടനെ തന്നെ റോ എപ്പിസോഡിലേക്ക് റിട്ടേൺ ചെയ്യുമെന്നാണ്. ഉടനെ തന്നെ എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിൽ വരെ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു രീതിയിലാണ് നിലവിൽ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സ്റ്റെഫനി വെക്കേറിൻ്റെ റിട്ടേൺ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ടീമിനെതിരെയുള്ള സ്റ്റോറി ലൈനിലൂടെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു വാർത്തകളും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് താരത്തിൻ്റെ സ്റ്റോറി ലൈൻ പ്രകാരമുള്ള പരിക്ക് സംഭവിച്ചതായിട്ടും അവർ കാണിച്ചിട്ടുള്ളത്. സ്റ്റെഫനി വെക്കേർ റിട്ടേൺ ചെയ്യുന്നതിനോടനുബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 4ാമത്തെ അപ്ഡേറ്റ് TNA റെസ്ലിംഗിലേക്ക് മുൻ WWE റെസ്ലറായിരുന്ന NXTയിലേക്ക് ചാമ്പ്യൻ ആയിരുന്ന ഫാബിയൻ ഏക്കർ, ജിയോവാനി വിഞ്ചി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന താരം ഇപ്പോൾ ഡെബ്യൂ നടത്തുകയുണ്ടായി. TNA റെസ്ലിംഗിൻ്റെ ഇന്ന് നടന്ന ലൈവ് വീക്ക്ലി എപ്പിസോഡ്, ഇമ്പാക്റ്റ് എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലാണ് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഫാബിയൻ ഏക്കറിൻ്റെ ഒരു വരവ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇമ്പീരിയം എന്ന ഫാക്ഷനിലെ ഭാഗമായിരുന്നു ഇദ്ദേഹം. ഗുന്തർ, ലുഡ്വിഗ് കൈസർ തുടങ്ങിയവരുടെയൊക്കെ പാർട്ട്ണറായിരുന്നു ഫാബിയൻ ഏക്കർ. നമുക്കറിയാം ജിയോവാനി വിഞ്ചി എന്നുള്ളൊരു പേരിലാണ് മെയിൻ റോസ്റ്ററിലേക്ക് എത്തിയത് താരം. പക്ഷേ അവിടെ വലിയ രീതിയിൽ ക്ഷോഭിക്കാനൊന്നും ജിയോവാനി വിഞ്ചി എന്ന ക്യാരക്ടറിൽ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എന്തായാലും ഈ TNA റെസ്ലിംഗിലേക്കുള്ള ഫാബിയൻ ഏക്കറിൻ്റെ ഒരു വരവ് പുതിയ TNA റെസ്ലിംഗിൻ്റെ എക്സ് ഡിവിഷൻ ചാമ്പ്യനായ സെഡ്രിക് അലക്സാണ്ടറിനെ ചലഞ്ച് ചെയ്യുന്ന സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. TNA റെസ്ലിംഗിൻ്റെ വീക്ക്ലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നിലവിലെ എക്സ് ഡിവിഷൻ ചാമ്പ്യനായ ലിയോൺ സ്ലേറ്ററിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെഡ്രിക് അലക്സാണ്ടർ വിജയം കരസ്ഥമാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ സെഡ്രിക് അലക്സാണ്ടർ പുതിയ ചാമ്പ്യൻഷിപ്പുമായി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ഫാബിയൻ ഏക്കറിൻ്റെ ഒരു ഡെബ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ വീക്ക്ലി എപ്പിസോഡ് കഴിയുന്നതിന് ശേഷം ഇനി വരാൻ പോകുന്ന വീക്ക്ലി എപ്പിസോഡ്സിൻ്റെ ഒരു ടേപ്പിംഗ് പ്രീ ഷൂട്ട് നടത്തുകയുണ്ടായി. അതിൽ ഫാബിയൻ ഏക്കർ TNA റെസ്ലിംഗിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ ഇറങ്ങുന്നതായിട്ടുള്ള കുറച്ച് ഫൂട്ടേജുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 5ാമത്തെ അപ്ഡേറ്റ് മുൻ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായിരുന്ന ന്യൂ ഡേ എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചാണ്. ഫൈറ്റ്ഫുൾ സെലക്റ്റും റെസ്ലി വേർഡ്സും സംയുക്തമായിട്ട് നടത്തുന്ന പോഡ്കാസ്റ്റിലൂടെ ഇന്നലെ ഒരു വാർത്ത ന്യൂ ഡേയെ സംബന്ധിച്ച് പുറത്തേക്ക് വിടുകയുണ്ടായി. AEW ഒരു മത്സരത്തിനെങ്കിലും ന്യൂ ഡേ ടീമിനെ AEW കൂടാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് AEWയുമായിട്ടുള്ള ചില സോഴ്സിൽ നിന്ന് ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന വെബ്സൈറ്റിന് അറിയാൻ സാധിച്ചത് അവർ വലിയ പുഷ് നടത്തുന്നുണ്ട് ന്യൂ ഡേ ടീമിനെ AEWയിലേക്ക് എത്തിക്കാൻ വേണ്ടി. പക്ഷേ കോഫി കിങ്സ്റ്റനും സാവിയർ വുഡ്സും AEWയിലേക്ക് സൈൻ ചെയ്യപ്പെടുകയാണെങ്കിൽ ന്യൂ ഡേ എന്ന് പറയുന്ന ഒരു ടീം നെയിം ആയിരിക്കില്ല അവർ സ്വീകരിക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ടാഗ് ടീം നെയിം ആയിരിക്കും അവർ സ്വീകരിക്കാൻ പോകുന്നത്. ഒരു മത്സരമെങ്കിൽ ഒരു മത്സരം, ആ ഒരു രീതിയിൽ AEW റോസ്റ്ററിലേക്ക് AEW കോൺട്രാക്റ്റിലേക്ക് ന്യൂ ഡേയെ എത്തിക്കാനാണ് AEW ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു മാച്ച് അത് ഒരു ഗംഭീര ഡ്രീം മാച്ച് ആക്കി തന്നെ നടത്താനായിരിക്കും AEW പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ഇപ്പോഴും ഇവർ നോൺ കോമ്പീറ്റ് ക്ലോസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ആ ഒരു നോൺ കോമ്പീറ്റ് ക്ലോസ് കഴിഞ്ഞാൽ മാത്രമേ ഒരു റെസ്ലിംഗ് കമ്പനിയുമായിട്ട് ന്യൂ ഡേ ടീമിന് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനെ സംബന്ധിച്ച് കോഫി കിങ്സ്റ്റൺ, സാവിയർ വുഡ്സ് തുടങ്ങിയവർ WWE വിട്ടു എന്നുള്ളൊരു വാർത്ത തന്നെ വളരെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. AEWയിലേക്കാണ് ന്യൂ ഡേയുടെ ഇനിയുള്ള പ്രവേശനം എന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ഷിഫ്റ്റ് ആരാധകരെ വ്യൂവർഷിപ്പിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. AEW കൂടുതൽ പേർ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അത്രയധികം ഒരു ഫാൻ ഫോളോയിങ് കോഫി കിങ്സ്റ്റൺ, സാവിയർ വുഡ്സ് അല്ലെങ്കിൽ ന്യൂ ഡേ എന്ന് പറയുന്ന ടീമിനെ ഇതിനോടൊപ്പം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലെ കോഫി കിങ്സ്റ്റൺ മുൻ WWE ചാമ്പ്യൻ ആണ് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്തകളാണ് നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സൂപ്പർ താരമായ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ജോൺ സിന ഈ കഴിഞ്ഞ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടത്തിയ ജോൺ സിന ക്ലാസിക് എന്ന ടൂർണമെൻറ്റിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ജോൺ സിന ക്ലാസിക് എന്ന് പറയുന്ന ടൂർണമെൻറ്റ് ഇനി വരാൻ പോകുന്ന ഭാവിയിലെ താരങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ്. പക്ഷേ ഇത് എന്നാണ് ആരംഭിക്കുന്നതെന്നോ എങ്ങനെയാണ് നടത്തുന്നതെന്നോ ഏത് ദിവസമാണ് നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ അപ്ഡേറ്റും WWE നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടില്ല. നിലവിൽ റെസ്ലി വോട്ട്സ് പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് ഡിസംബർ മാസത്തിലായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റ് അവർ നടത്താൻ പോകുന്നത്. ഈ ടൂർണമെൻറ്റ് ഏതൊക്കെ റെസ്ലേഴ്സ് തമ്മിലാണെന്നോ ആരെ വിജയിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചോ യാതൊരുവിധ ധാരണയിലേക്കും നിലവിൽ എത്തിയിട്ടില്ല. ജോൺ സിന റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതിൻ്റെ ആദ്യ ആനിവേഴ്സറി ആഘോഷിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ ഒരു ജോൺ സിന ക്ലാസിക് എന്ന ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു ടൂർണമെൻറ്റ് തന്നെ കൊണ്ടുവരുന്നത് എന്നാണ് നിലവിൽ റെസ്ലി വോട്ട്സിൻ്റെ പോഡ്കാസ്റ്റിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോൺ സിന പങ്കുവെച്ചത് അത് പെട്ടെന്ന് മാനേജ്മെൻറ്റിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം പങ്കുവെച്ചതാണ്. അല്ലാതെ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഒന്നും ഈ ഒരു
ടൂർണമെൻറ്റിനെ സംബന്ധിച്ച് കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് ആക്കിയിട്ട് ആ ജോൺ സീനയുടെ റിട്ടയർമെൻറ്റിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയിൽ ഒരു വെറൈറ്റി പിടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് ജോൺ സീന ക്ലാസിക് എന്ന് പറയുന്ന ടൂർണമെൻറ്റ് അനൗൺസ് ചെയ്തതും ആ ഒരു ചാമ്പ്യൻഷിപ്പ് വരെ ജോൺ സീന അനൗൺസ് ചെയ്തതും ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ട് പുതുമുഖ താരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും എന്താണ് WWE യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ഇനി വരുന്ന മാസങ്ങളിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും NXT ബ്രാൻഡിന് വലിയൊരു പ്രാധാന്യം ജോൺ സീന ഈ ഒരു ടൂർണമെൻറ്റിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ആരാണ് ചാമ്പ്യൻ ആകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർദർക്ക് തന്നെ വോട്ട് ചെയ്യാമെന്നുള്ളതും മറ്റൊരു മാറ്റത്തിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ വോട്ടടിസ്ഥാനത്തിലാണ് പുതിയ ചാമ്പ്യനെ കൊണ്ടുവരുന്നത്. അങ്ങനെ പല പുതുമുഖ രീതികളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അടിത്തറ ഇപ്പോഴും ക്രിയേറ്റീവ് ടീമിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഡിസംബർ വരെ ഈ ഒരു ടൂർണമെൻറ്റ് നടക്കില്ല എന്നും ഡിസംബറിന് ശേഷമോ അല്ലെങ്കിൽ ഡിസംബറിലോ ആയിരിക്കും ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുക എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.